وبفضله تتنزل الخيرات والبركات وبإنعامه تتحقق المقاصد والغايات. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഈ വിശുദ്ധ മാസത്തിൽ ഏറെ പുണ്യമുള്ള ഒരു സൽക്കർമ്മമാണ് ഇഅ്തികാഫ്. അല്ലാഹു നമ്മളിവിടെ ഇരിക്കുന്ന സമയം അത്രയും നിയ്യത്തോടുകൂടി ഇരിക്കുക. അല്ലാഹു നമ്മിൽ നിന്ന് ഇഅ്തികാഫിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ, അതിനെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹമായി നമ്മിലേക്ക് നൽകിയതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 2 മാസത്തെ നീണ്ട ചോദ്യങ്ങൾക്ക് ശേഷം ചോദിച്ചു വാങ്ങിയതാണ് അല്ലാഹുവിൽ നിന്ന് നമ്മുടെ ഈ വിശുദ്ധമായ റമദാനിനെ. ആ അർത്ഥത്തിൽ ഈ ഒരു മാസം വിശുദ്ധമായ റമദാൻ അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമായിട്ടാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, അൽ ഇബാദാതു മുഅല്ലലത്തുൻ ബിമസാലിഹിൽ ഖൽഖ്. അല്ലാഹു ഭൂമിയിൽ മനുഷ്യർക്ക് അവൻ്റെ അടിമകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള എല്ലാ ഇബാദത്തുകളും അത് മുഅല്ലലത്തുൻ ബിമസാലിഹിൽ ഖൽഖ്, അള്ളാഹിൻ്റെ അടിമകളായ മനുഷ്യരുടെ നന്മകൾക്ക് വേണ്ടിയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവർ നിർവഹിക്കുന്ന ഇബാദത്തുകൾ അത് മാത്രം മതി അവരുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും അവർക്ക് ലഭ്യമാകാൻ. മുഅല്ലലത്തുൻ ബിമസാലിഹിൽ ഖൽഖ്, ജനങ്ങൾക്ക്, ആളുകളുടെ അവർക്ക് ഉപകാരം ലഭിക്കാനും നന്മ ലഭിക്കാനുമാണ് അല്ലാഹു തആല ഇബാദത്തുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഷാഫിഈ ഇമാമിൻ്റെ ഈ വാക്ക് വളരെ വലുതാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മളൊക്കെ അറിയുന്ന ഒരു ആയത്താണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അടിമകളെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മനുഷ്യരാണെങ്കിലും ശരി, ജിന്നുകളാണെങ്കിലും ശരി, അവന് ഇബാദത്ത് ചെയ്യാനാണ്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യുക എന്നത് അള്ളാഹ്ക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടം ഉണ്ടാവാനല്ല. നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തതുകൊണ്ട് അള്ളാഹുവിന് എന്ത് നേട്ടം കിട്ടാനാണ്? അള്ളാഹുവിന് അതുകൊണ്ട് ഒരു ഗുണം ലഭിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ മനുഷ്യരാകാൻ വേണ്ടിയാണ്. നമ്മൾ മനുഷ്യനാകാൻ വേണ്ടിയാണ്, അബ്ദാവാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ അവൻ അള്ളാഹു ഭൂമിയിലേക്ക് അവനെ സൃഷ്ടിച്ച് പറഞ്ഞയച്ചതു മുതൽ അവൻ്റെ മരണം വരെയുള്ള യാത്രയിൽ അവൻ അള്ളാഹുവിൽ നിന്ന് അകന്നകന്നകന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അടിമയായിക്കൊണ്ടാണ് ഭൂമിയിലേക്ക് അവൻ പിറന്നു വീണത് എങ്കിൽ അവൻ പിന്നെ ജീവിക്കുന്നതിനനുസരിച്ച് ഞാൻ യജമാനനാണ് എന്ന തോന്നലിലേക്കാണ് അവൻ്റെ യാത്ര. എനിക്ക് യജമാനനാകണം, എനിക്ക് അധികാരിയാവണം, എനിക്ക് രാജാവാകണം, എനിക്ക് പ്രതാപിയാകണം, എനിക്ക് അഭിമാനിയാകണം. ഇതിനു വേണ്ടിയുള്ള ഓട്ടമാണ് മനുഷ്യൻ്റെ ഓട്ടം. അടിമയാകാൻ വേണ്ടി മനുഷ്യൻ പരിശ്രമിക്കാറേയില്ല. അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരെ നമ്മളെയൊക്കെ അഭിസംബോധന ചെയ്ത് നിങ്ങളൊക്കെ അടിമകളാണ് എന്നാണ്. ഒരു അടിമയുടെ പ്രത്യേകത എന്താണ്? ഒരു ഭൃത്യൻ യജമാനന്റെ അനുവാദമില്ലാതെ അനങ്ങാൻ പോലും കഴിയില്ല. ഈ അടിമത്വത്തെ ഉൾക്കൊള്ളാൻ മനുഷ്യർക്ക് സാധ്യമാകാതെ പോയതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് അവർ അകന്നുകൊണ്ടേയിരിക്കുന്നത്. ആ അകന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ അള്ളാഹുവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അള്ളാഹുവിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഈമാനിന്റെ കുറ്റിയിൽ കെട്ടി നിർത്താൻ വേണ്ടിയാണ് അള്ളാഹു തആല മനുഷ്യർക്ക് ഇബാദത്തുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുക എന്നത്, ഏതു ഇബാദത്താണെങ്കിലും ആ ഇബാദത്തുകൾ നിർവഹിക്കുക എന്നത് നമ്മളെ ആത്മീയമായി സംസ്കരിച്ചെടുക്കുന്ന കാര്യമാണ്, നമ്മളെ മനുഷ്യനാക്കി എടുക്കുന്നതാണ്. നമ്മളൊന്നും ഇപ്പോൾ മനുഷ്യരാണെന്ന് പറഞ്ഞുകൂടാ. നമ്മൾ ഈ മനുഷ്യനാണെങ്കിൽ, ഇൻസാനാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ വിധേയപ്പെടുന്നവനാകണം. എനിക്ക് വിധേയപ്പെടുന്നവനാണെങ്കിൽ ഞാൻ മനുഷ്യനല്ല. കാരണം എന്തുകൊണ്ട്? മനുഷ്യൻ എന്നത് അള്ളാഹു ആദരിച്ച വ്യക്തിത്വമാണ്. വലഖദ് കറംനാ ബനി ആദം, അള്ളാഹു ആദരിച്ചതാണ്. ആദരിച്ചു എന്ന് മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്നാണെന്ന് പറഞ്ഞ പോലെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹുവിന്റെ നൂറിന്റെ അംശം അവരിലേക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അള്ളാഹുവിന്റെ നൂറിന്റെ അംശം നമ്മളിൽ നിലകൊള്ളുന്നത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ നൂറിന്റെ പ്രത്യേകത എന്താണ്? അത് കെട്ടുപോകുന്ന പ്രശ്നമില്ല. അള്ളാഹുവിന്റെ പ്രകാശം അണഞ്ഞു പോകില്ല. അണഞ്ഞു പോകാത്ത പ്രകാശത്തിന്റെ അംശവുമായി ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ
അവൻ പിന്നെ പിന്നെ തെറ്റുകൾ ചെയ്തിട്ട് ആ പ്രകാശത്തെ ഒരു ഇരുണ്ട മറയാക്കി മാറ്റുകയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഓരോ മനുഷ്യനും തിന്മകൾ ചെയ്യുമ്പോൾ, ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വന്നു വീഴും. ആ പുള്ളി അങ്ങനെ അവനെ ആവരണം ചെയ്യും. ആ തിന്മകൾ കൊണ്ട് അവന്റെ ഹൃദയം കറുത്തുപോയാൽ പിന്നെ ഒരു നന്മകളും അങ്ങോട്ട് പ്രവേശിക്കില്ല. ആ നന്മകൾ പ്രവേശിക്കാതെ ഇരുണ്ടുപോയ ഹൃദയത്തെ അത് എങ്ങനെയാണോ അള്ളാഹു പടച്ചത് എങ്കിൽ അതേ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് ഇബാദത്തുകൾ. എല്ലാ ഇബാദത്തും അങ്ങനെയാണ്. മനുഷ്യർക്ക് ഇബാദത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് തന്നെ അതിനു വേണ്ടിയാണ്. നിസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞത് നമ്മളെ കൊണ്ട് അള്ളാഹുവിനൊരു ഗുണം കിട്ടാനല്ല, നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ അങ്കബൂത്തിൽ കാണാം, നിങ്ങളെല്ലാവരും നിസ്കരിക്കണം, നിസ്കാരം സമയാസമയം നിർവഹിക്കണം. ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഖുത്ബയുടെ അവസാനം നമ്മൾ ഓതി കേൾക്കുന്ന ആയത്താണ്, എല്ലാ തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും നിസ്കാരം നിങ്ങൾ രക്ഷപ്പെടുത്തി കളയും. എന്തുകൊണ്ടാണ് തിന്മകളിൽ നിന്ന് വൃത്തികേടുകളിൽ നിന്ന് നിസ്കാരം രക്ഷപ്പെടുത്തുന്നത്? എങ്ങനെയാണ്? ഖുർആൻ പറയട്ടെ, വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിനെ ഓർക്കൽ വലിയ പ്രധാനമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, നിസ്കാരം എന്നത് അള്ളാഹുവിനുള്ള ദിക്റാണ്. ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കാരമാണ്, അള്ളാഹുവിനുള്ള ദിക്റാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഓർത്താൽ, ഒരു മനുഷ്യൻ ഒരു വഖത്തിൽ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ഓർക്കലാണ്. നമ്മൾ അള്ളാഹുവിനെ ഒരു സെക്കൻഡ് ഓർത്താൽ അതിനേക്കാൾ കൂടുതലാണ് അള്ളാഹു നമ്മളെ ഓർക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ ഓർക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നതിനേക്കാൾ വലിപ്പമുള്ള കാര്യമാണ്. അള്ളാഹുവിന് നമ്മെ ഓർമ്മയുണ്ടാകണമെങ്കിൽ, ഓർമ്മ എന്ന് നമുക്ക് തിരിയുന്ന ഭാഷയാണ്. അള്ളാഹുവിന് നമ്മളെ കുറിച്ചുള്ള ഒരു ദിക്ർ ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന് നമ്മൾ അങ്ങോട്ട് ദിക്ർ ചെല്ലണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് സൂഫികൾ പറഞ്ഞത്, അള്ളാഹു നമ്മളെ ഓർക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഓർമ്മയിൽ നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമാണ്. നമുക്ക് പിന്നെ വിഷമങ്ങളില്ല, നമുക്ക് പിന്നെ വ്യതകളില്ല, വ്യസനങ്ങളില്ല, സങ്കടങ്ങളില്ല, വേവലാതികളില്ല. ഒരു മനുഷ്യന് ഭൂമിയിൽ വേവലാതികളില്ലാതെ ജീവിക്കണമെങ്കിൽ അവന് നിരന്തരമായി അള്ളാഹുവിന്റെ തിരുനോട്ടം അവനുണ്ടാകണം. അല്ല എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പൂർണ്ണബോധ്യമുള്ളവന് എവിടെയാണ് പേടി? ആരെയാണ് പേടി? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഈ ഭൂമിയിൽ പേടിയില്ലാതെ ജീവിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ വലിയ ഔലിയാക്കളാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒരു പേടിയില്ല, അവർക്കൊരു വേദനയില്ല, അവർക്കൊരു സങ്കടമില്ല. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട്, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു അവരെ ഇങ്ങോട്ട് ഓർക്കും. അല്ല നമ്മളെ ഇങ്ങോട്ട് ഓർത്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും? നമ്മൾ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് ഓർക്കും. അള്ളാഹു ഇങ്ങോട്ട് ഓർക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടാകും. നമ്മുടെ നോട്ടങ്ങളിൽ, കേൾവിയിൽ, ചിന്തയിൽ, പ്രവർത്തനങ്ങളിലൊക്കെ അള്ളാഹിന്റെ ഇടപെടലുണ്ടാകും. അള്ളാഹു നമ്മളെ ഓർക്കുന്ന അവസ്ഥയിൽ നമ്മളായി തീരുക എന്നതാണ് പ്രധാനം. അതിനാണ് അള്ളാഹു നിസ്കാരം നിർബന്ധമാക്കിയത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. നബി തങ്ങൾ പറയാണ്, മൻ ലം തൻഹഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാ. ഒരു മനുഷ്യനെ വൃത്തികേടുകളിൽ നിന്നും അവന്റെ നിസ്കാരം സംരക്ഷിക്കുന്നില്ല എങ്കിൽ ഫലാ സ്വലാത ലഹു, അവൻക്ക് നിസ്കാരം തന്നെ ഇല്ല, അവൻക്ക് നിസ്കാരം തന്നെ ഇല്ല. മറ്റൊരു ആയത്തിൽ കാണാം, ലം യസ്സദ് ബിഹാ മിനല്ലാഹി ഇല്ലാ ബുഅദാ. വല്ലാത്തൊരു വാക്കാണത്. നമ്മുടെ നിസ്കാരം കൊണ്ട്, ഒരു നിസ്കാരം ഞാൻ നിസ്കരിച്ചാൽ ഇന്നലെ ഞാൻ ചെയ്തതിനേക്കാൾ തിന്മയിൽ നിന്ന് അകലാൻ ഈ നിസ്കാരം എന്നെ പ്രേരിപ്പിക്കണം. അങ്ങനെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ ലം യസ്ദദ് ബിഹാ മിനല്ലാഹി തആല ഇല്ലാ ബുഅദാ. അങ്ങനെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ ആ നിസ്കാരം കൊണ്ട് അവൻ അള്ളാഹുവിൽ നിന്ന് അകലാൻ മാത്രമേ അത് കാരണമാവൂ. നിസ്കാരത്തിൽ നിന്ന് അകലാൻ കാരണമാകും. നിസ്കരിച്ചത് കാരണം അള്ളാഹുവിൽ നിന്ന് അകലമുണ്ടാകും.
നിസ്കരിച്ചത് കാരണം അല്ലാഹുവിൽ നഗരമുണ്ടാകും. പരിശുദ്ധ ഖുർആൻ നിസ്കാരത്തെക്കുറിച്ച് അവസാനം അവതരിപ്പിച്ച ആയത്ത് എന്താണെന്നറിയോ? വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്നാണ് ഖുർആൻ നിസ്കാരത്തെക്കുറിച്ച് അവസാനം പറഞ്ഞത്. നബി തങ്ങൾ പറയുന്ന വാക്ക് ഗൗരവമുള്ള വാക്കാണ്. നിസ്കാരം അള്ളാഹു നമുക്ക് എന്തിന് നിയമിച്ചോ നിശ്ചയിച്ചോ ആ അർത്ഥത്തിൽ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലം യസ്ദദ് ബിഹാ മിനല്ലാഹി തആല ഇല്ലാ ബുഅദാ, അള്ളാഹുവിൽ നിന്ന് അകലം മാത്രമേ ഉണ്ടാവൂ, അടുപ്പം ഉണ്ടാകില്ല. അതെങ്ങനെയാണ്? അത് ഉറപ്പല്ലേ? വാപ്പാനെ ബഹുമാനിക്കണം ആദരിക്കണമെന്ന് മക്കളെ നമ്മൾ പഠിപ്പിച്ചു എന്ന് വെക്കുക. ആ ബാപ്പ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എഴുന്നേൽക്കണമെന്ന് നമ്മൾ മക്കളെ പഠിപ്പിച്ചു. അങ്ങനെ എഴുന്നേറ്റ് കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ദിവസം അവർക്ക് തോന്നി, എന്താ നീക്കാതിരുന്നപ്പോൾ എന്താ സംഭവിക്കുക? ബാപ്പ ഇങ്ങനെ കയറി വരുമ്പോൾ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം അവനക്ക് എഴുന്നേൽക്കണമെന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും, എന്നാലും അവിടെ ഇരിക്കും. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴോ, ഇന്നലെ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇന്നൊന്നും സംഭവിക്കില്ല, അവിടെ തന്നെ ഇരിക്കും. ആദരിക്കപ്പെടേണ്ടതിന് ആദരിക്കാതിരുന്നാൽ ആ ആദരിക്കാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ ആദരവ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ മകന് കൂടുതൽ ദിവസം അവൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാതിരുന്നാൽ ഉപ്പാനോടുള്ളൊരു ആദരവ് കുറയും. അവൻ്റെ മനസ്സിൽ തോന്നും, ഞാനിപ്പോൾ വാപ്പാൻ്റെ മുമ്പിൽ എഴുന്നേറ്റിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. അത് അവനക്കിടയിൽ അകലമുണ്ടാക്കുകയാണ്. സത്യത്തിൽ അള്ളാഹു നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയത് ഭക്തിയോടെ ആദരവോടെ പടച്ചറബിന്റെ മുമ്പിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടെ നിസ്കരിക്കാനാണ്. അങ്ങനെ ഒരു വഖത്ത് നമ്മളെ കൊണ്ട് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അടുത്ത വഖത്ത് വരുമ്പോഴേക്ക് കൂടുതൽ നമുക്ക് ഭക്തി ഉണ്ടാകും. മഹാനായ ഇമാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് താബിഈങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവർകൾ ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ റുക്കൂയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ തോന്നിപ്പോകും, മഹാനവർകൾ മരിച്ചുപോയോന്ന്. ശാന്തമായി അടങ്ങി നിൽക്കുകയാണ് റുക്കൂയിൽ. പറവകൾ പോലും മഹാനവറുകളുടെ ദേഹത്ത് വന്ന് അവിടെ വന്നിരുന്നിരുന്നു. ഇത് ജീവനില്ലാത്ത വസ്തുവാണെന്ന് കരുതിയിട്ട് അത്രയും ശാന്തമായിട്ടാണ് നിസ്കാരം, എത്രയും ഭക്തിയോടുകൂടിയാണ് നിസ്കാരം. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നൃത്തമാണ്, മുനാജാത്താണ്, അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് എന്നുള്ള നിലക്ക് ഒരു ദിവസം എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അടുത്ത വഖത്ത് എത്തുമ്പോഴേക്ക് എനിക്ക് കൂടുതൽ ഭക്തി കൂടും. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിരുന്നു, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരാൾ കരഞ്ഞാൽ അവന് വീണ്ടും കരയാൻ മോഹമുണ്ടാകും. അങ്ങനെയാണ് താരീഖുകളിലൊക്കെ ഉള്ളത്. അങ്ങനെയാണ് ഒരിക്കൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നതിനെ കുറിച്ച് ആലോചിച്ച്, ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ച്, ഈ നിൽക്കുന്ന ഞാൻ റബ്ബിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുമോ എന്ന് കരുതി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു തവണ കരഞ്ഞാൽ വീണ്ടും വീണ്ടും കരയാൻ ഞാൻ നിർബന്ധിതനാകുമെന്നാണ്. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നിസ്കാരം. ഇങ്ങനെയാണ്. നിസ്കാരത്തിനേക്കാൾ ഏറ്റവും മികച്ച ഒരു മനുഷ്യനെ നന്നാക്കാനുള്ള ഫോർമുല വേറെയില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? നമ്മൾ നിസ്കാരത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്ന നിസ്കാരങ്ങൾ ഒരു തവണ നിസ്കരിച്ചു, 2 നിസ്കരിച്ചു, 3 നിസ്കരിച്ചു, 4ാമതാവുമ്പോൾ നമുക്കിങ്ങനെ തോന്നി, ഇതിപ്പോൾ എത്ര കാലമായി, 10-35 കൊല്ലം ഏർപ്പാട് തുടങ്ങിയിട്ട്, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടായിട്ടില്ല, ഇതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടം ഉണ്ടായിട്ടില്ല, പിന്നെ ഇപ്പോൾ അതങ്ങനെ ഒരു പോക്ക് പോവുകയാണ്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, ഹദീസ് പറയുന്നത്, ലം യസ്ദദ് ബിഹാ മിനല്ലാഹി തആല ഇല്ലാ ബുഅദ, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിസ്കാരത്തിൽ കാരണം അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഗൗരവമുള്ള കാര്യമാണ്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നിസ്കാരം അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, പക്ഷെ അത് കാരണം മനുഷ്യന്മാർ അകന്നുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് പ്രശ്നം? നിസ്കാരത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നു എന്ന കാരണത്താലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ ഇബാദത്തുകളും ഇങ്ങനെയാണ്. ഇബാദത്തിൻ്റെ ഒരു ആത്മാവ്, ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം മുനാജാത്തിൽ നിന്നിട്ട് നിസ്കരിക്കണമെന്ന്, ഒരു വഖ്ത് നിസ്കരിക്കണമെന്ന് വിചാരിച്ചാൽ ഇബ്ലീസ് സമ്മതിക്കൂല. ഇബ്ലീസ് നമ്മളങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഇബ്ലീസ് എൻ്റെ നിസ്കാരം കേടുവരുത്തിയെന്ന് നമുക്ക് ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വുളൂ എടുത്തു, നമ്മളിങ്ങനെ അനങ്ങാതെ നിന്ന് നിസ്കാരമൊക്കെ നടന്നിട്ടുണ്ട്, അതിൻ്റെ കർമ്മങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ആത്മാവ് ചോർന്നു പോയിട്ടുണ്ട്. ഒരു വഖ്ത് നിസ്കാരം കഴിയുമ്പോഴേക്ക് നമ്മൾ ലോകത്ത് എവിടെയൊക്കെ സഞ്ചരിച്ചു പോയി വന്നിട്ടുണ്ടാകും. പക്ഷെ എന്നെ ഇങ്ങനെ സഞ്ചരിപ്പിച്ചത് ഇബ്ലീസാണ് എന്ന് തിരിച്ചറിയാൻ പോലും ഒരു മുഅ്മിനിന് കഴിയുന്നില്ല എങ്കിൽ, ശത്രുവിനെ കുറിച്ച് ബോധ്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? ശത്രുവിനെ കുറിച്ചും അവൻ്റെ ആയുധങ്ങളെക്കുറിച്ചും ധാരണയില്ലെങ്കിൽ പിന്നെ യുദ്ധം ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല.
അതിലേക്ക് മടങ്ങി വരണമെന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ പൊരുളുകൾ എന്ന് മാത്രം പറഞ്ഞിട്ടൊരു അധ്യായം എഴുതിയിട്ടുണ്ട്. നിസ്കാരത്തിന്റെ പൊരുളുകൾ അനേകം മഹാന്മാരെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അനേകം മഹാന്മാർ നിസ്കരിക്കാൻ നിന്നാൽ അവർക്ക് പിന്നെ വേറൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എത്ര താരീഖുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അലി റളിയല്ലാഹുവിന്റെ താരീഖിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നിസ്കരിക്കുന്ന സമയത്താണ് അമ്പ് വലി ചൂരിയെടുത്തത്. ഒരു മനുഷ്യൻ അങ്ങനെ സാധ്യമാകുന്നത് എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി സ്വഹാബികൾ പറയും, അവിടത്തേക്ക് എന്തെങ്കിലും ഒരു മനോവിഷമം ഉണ്ടായാൽ, മനസ്സിലൊരു ടെൻഷൻ വന്നാൽ ആദ്യം ചെയ്യുന്ന പണി എന്താണ്? 2 റക്അത്ത് പോയി നിസ്കരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ടെൻഷൻ വന്നാൽ 2 റക്അത്ത് നിസ്കരിക്കും. അത് നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ട പണി അതാണ്, അല്ലേ? നമുക്കൊക്കെ ടെൻഷൻ വരാറുണ്ട്. ടെൻഷൻ വരുമ്പോൾ കുട്ടികൾ എന്താ ചെയ്യാറുള്ളത്? അവർക്ക് ആശ്വാസം നൽകുന്ന കാര്യം എന്താണെങ്കിൽ അത് ചെയ്യും. ചില കുട്ടികളുണ്ട്, ടെൻഷൻ വന്ന പാട്ട് കേൾക്കും. യഥാർത്ഥത്തിൽ പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഈ പാട്ടിന് ടെൻഷൻ മാറ്റി തരാൻ പറ്റുന്ന ഒരു ശേഷിയും പാട്ടിനില്ല. ഈ പാട്ടിന് ഉണ്ടാക്കാൻ കഴിയുന്ന എന്താ അറിയോ? നീ ടെൻഷൻ വീണ്ടും അടിക്കൂ, ഞാൻ ഇവിടെ പാട്ടുണ്ട് എന്നുള്ളൊരു തോന്നലാണ് അവർക്ക് ഉണ്ടായി കൊടുക്കുന്നത്. ടെൻഷൻ അടിക്കുന്ന ആളുകൾ യാത്ര ചെയ്യാറുണ്ട്, ടെൻഷൻ അടിക്കുന്ന ആളുകൾ യാത്ര പോകാറുണ്ട്, അല്ലേ? എന്തിനാണ് യാത്ര പോകുന്നത്? യാത്ര ഒരിക്കലും ടെൻഷൻ ഇല്ലാതാക്കുന്ന കാര്യമല്ല. ടെൻഷൻ ഇല്ലാതാക്കൂല. പിന്നെ എന്താ ഉണ്ടാവുക? യാത്ര പോയാൽ അവനക്ക് ഇപ്പോൾ വിഷമമുള്ള കാര്യത്തിൽ നിന്ന് ഓർമ്മ മാറിപ്പോകും. ആ യാത്ര കഴിഞ്ഞ് വരലോടുകൂടി വീണ്ടും കൂടുതൽ ടെൻഷനായി. എന്തുകൊണ്ട്? യാത്രയുടെ ആനന്ദം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ടെൻഷൻ. ബുദ്ധിയുള്ള മനുഷ്യന് ടെൻഷൻ വന്നാൽ അതിന് സ്വീകരിക്കേണ്ട പരിഹാരം എന്താണ്? ആജീവനാന്തം എനിക്ക് ടെൻഷൻ ഇല്ലാതാക്കാൻ കഴിയുന്ന ആളാരാണോ, വ്യക്തി ആരാണോ, ഉപാധി എന്താണോ, അതല്ലേ സ്വീകരിക്കേണ്ടത്. നമുക്കൊക്കെ വിഷമുണ്ടാകുമ്പോൾ, ചില കുട്ടികളൊക്കെ വിഷമുണ്ടാകുമ്പോൾ വല്യപ്പാനെ കാണാൻ പോകും, അല്ലെങ്കിൽ വല്യമ്മാനെ കാണാൻ പോകും, അല്ലെങ്കിൽ ഉസ്താദിനെ കാണാൻ വേണ്ടി പോകും, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനോവ്യതയുണ്ടാകുമ്പോൾ ചെയ്തിരുന്ന പണി അല്ലാഹുവിനെ കാണാൻ പോവലാണ്. അല്ലാഹുവല്ലാതെ ആരാണ് നമ്മളെ ഏറ്റെടുക്കുക? അല്ലാഹുവല്ലാതെ ആർക്കാണ് നമ്മുടെ വ്യതകൾ അറിയുക? അല്ലാഹുവല്ലാതെ ആർക്കാണ് നമ്മുടെ വിഷമങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഇശ്റാഖ് വരെ ഇരുന്ന ഇരിപ്പിൽ നിന്ന് ചൊല്ലിയ ദിക്റുകളുണ്ട്. ആ ദിക്റുകളാണ് നമ്മുടെ ദിക്റിന്റെ ഏടുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം. വിർദുൽ ലത്തീഫ് എന്ന പേരിൽ ആ ദിക്റുകൾ മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ ദിക്റുകൾ മുഴുവനും റബ്ബിനോട് പടച്ചോനെ നിന്നെ ഏൽപ്പിക്കുന്നു എന്നുള്ള പറച്ചിലാണ്. അല്ലാഹുക്കല്ലാതെ ആർക്കാണ് നമുക്ക് സമാധാനം പകരാൻ കഴിയുക? ലോകത്തൊരാൾക്കും കഴിയില്ല, ഒരാൾക്കും സമാധാനം പകരാൻ കഴിയില്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അപ്പൊ മനോവേദകൾ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിഹാരം 2 റക്അത്ത് നിസ്കാരമാണ്. ബദർ യുദ്ധം നടക്കുന്ന കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യുദ്ധം ഇങ്ങനെ റമദാനിലാണല്ലോ നടക്കുന്നത്, നല്ല യുദ്ധം നടക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് യുദ്ധത്തിന്റെ വർത്താനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഇന്നാൾ മരിച്ചിട്ടുണ്ട്, ഇന്നാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട് എന്ന വിവരമൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ ടെന്റിലേക്ക് ചെല്ലും. ഞാൻ ആ ടെന്റിലെത്തുമ്പോൾ നബി തങ്ങൾ സുജൂദിലായിരിക്കും. സുജൂദിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ഇങ്ങനെ ചെല്ലുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ ചെല്ലുന്നതിന്റെ ആത്മീയ ഭംഗി കണ്ടിട്ട് എനിക്ക് അവിടുന്ന് പോരാൻ തോന്നൂല. ചൊല്ലുന്നതിന്റെ ഭംഗി, നിസ്കാരത്തിന്റെ ഭംഗി നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നിസ്കാരത്തിന് ഭംഗിയുണ്ട്. നിങ്ങൾ ഹജ്ജിന് പോയവർ ഉംറക്ക് പോയവരുടെ ഇല്ലേ? ആ ഹജ്ജിനും ഉംറക്കൊക്കെ പോയിട്ട് മത്താഫിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോ കഅബയുടെ കില്ല കണ്ടിട്ട് പൊട്ടി കരയുന്ന, ശരീരം ചുളുങ്ങിപ്പോയ, കൈകൾക്ക് ബലം നഷ്ടപ്പെട്ടു പോയ ആളുകളെ നിങ്ങൾ കാണാറില്ലേ? അതാണ് ഇബാദത്തിന്റെ മധുരം. ഹജ്ജ് കഴിഞ്ഞു പോകുമ്പോൾ, കഴിഞ്ഞ കൊല്ലം ഒരു വീഡിയോ വന്നിരുന്നു. ഹജ്ജ് കഴിഞ്ഞു പോകുന്ന സമയത്ത് കഅബയോട് വിട പറയുന്ന നേരത്ത് ഒരു വല്യുപ്പ, ഒരു പാകിസ്ഥാൻകാരനായ വല്യുപ്പ കഅബയെ നോക്കി വിതുമ്പി പൊട്ടി കരയുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. നിങ്ങളെല്ലാവരും പോയവരൊക്കെ കണ്ടിട്ടുണ്ടാകും. അത് മധുരമാണ്, അത് ഇബാദത്തിന്റെ മധുരമാണ്. അള്ളാന്റെ മുമ്പിൽ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരം നമ്മൾ മധുരത്തോടെ നിസ്കരിച്ചാൽ മറ്റുള്ളവർക്ക് അത് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ശൈഖുൽ മർഹൂം അത്തിപ്പറ്റ ഉസ്താദിന്റെ അരികിൽ പോയാൽ ഉസ്താദ് അവர்கள் ഒരു ദിക്ർ ചൊല്ലുന്നത് കണ്ടാൽ നമ്മൾ അറിയാതെ ഹൃദയത്തിൽ നമുക്ക് എന്തെയോ ഒരു വിങ്ങലുണ്ടാകും.
ഒരു ദിക്ർ ചൊല്ലുമ്പോഴേക്ക് കരഞ്ഞു പോവുകയാണ്, ഒരു ബിസ്മി ചൊല്ലുമ്പോഴേക്ക് കരഞ്ഞു പോവുകയാണ്. ഒരു ദിക്ർ മതി അത്തിപ്പറ്റ ഉസ്താദിന്റെ ഹൃദയം പിടക്കാൻ. നമ്മൾ എത്ര ദിക്റുകളാ ചൊല്ലാറുള്ളത്, എത്ര മജ്‌ലിസുകളിലാ പങ്കെടുക്കാറുള്ളത്. നമ്മുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ പോലും കാറ്റുകൊണ്ട് ആടിക്കളിക്കാറുണ്ട്. പക്ഷെ ഹൃദയത്തിനൊരു ആട്ടം വരാറില്ല, ഹൃദയം ഒരു പതറിപ്പോകാറില്ല. എന്തുകൊണ്ടാ? ഞാൻ സ്വയം പര്യാപ്തനാണ് എന്ന് എനിക്കിങ്ങനെ തോന്നുന്നത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സുരക്ഷിതനാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ്. അള്ളാഹുവിനോട് അകലമുണ്ടാകാതിരിക്കണം, മുനാജാത്ത് നടത്തണം. അള്ളാഹുവിനോട് നടത്തിയ മുനാജാത്തുകൾ എത്രയാണ് എല്ലാ നബിമാരുടെ ചരിത്രത്തിലും കാണുന്നത് മുനാജാത്താണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത് മുനാജാത്താണ്. എന്താണ് ഈ മുനാജാത്ത് എന്ന് പറഞ്ഞാൽ? രഹസ്യമായിട്ട് ഞാനും റബ്ബും മാത്രമുള്ള സംഭാഷണം. അത് അറബിയിൽ തന്നെ വേണമെന്നില്ല. രാത്രി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരപ്പായയിൽ മുസല്ലയിൽ ഇരുന്നിട്ട് റബ്ബിനോട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി, എൻ്റെ ഈമാൻ ഒന്ന് കാക്കണേ അല്ലാ. ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ ഈമാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഊരിപ്പോകരുത് പടച്ചോനെ. എന്ത് ധൈര്യമാണ് നമുക്കുള്ളത്? ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നു, ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ എന്ന് എന്ത് ധൈര്യമാണുള്ളത്? മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന സമയത്ത് കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. അപ്പോഴാണ് കൂട്ടുകാർ വന്നത്. ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ ചെയ്തു പോയ തിന്മകൾ ആലോചിച്ചുകൊണ്ട് കരയുകയാണോ? സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുനൂബി അഹ്വനു മിൻ ഹാദ തുറാബ്. എൻ്റെ തിന്മകൾ ഈ ഭൂമിയിലുള്ള പൊടിപടലങ്ങളെക്കാൾ കുറവാണ്. ഞാൻ വളരെ കുറച്ച് തെറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ പേടി എന്താണ്? ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ ഖൽബിൽ നിന്ന് ഈമാൻ ഊരിപ്പോകുമോ എന്നാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും ദുആ ചെയ്തില്ല നബി തങ്ങൾ, റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. റബ്ബേ, നീ ദാനമായി നൽകിയ ഹിദായത്താണ്, നീ എടുത്ത് പറിച്ചു കൊണ്ടുപോകല്ല റബ്ബേ. കരയാനേ നമുക്ക് പറ്റൂ, ചോദിക്കാനേ നമുക്ക് പറ്റൂ. നമ്മുടെ ഒരു അമലും പൂർണ്ണമല്ല, ഒരു ഇബാദത്തും പൂർണ്ണമല്ല. നമ്മൾ നിസ്കരിച്ച ഒരു നിസ്കാരത്തിന്റെ കുറ്റം കുറവ് പരിഹരിക്കാൻ എത്ര തവണ പടച്ചവനോട് കരഞ്ഞു ദുആർക്കേണ്ടി വരും, എത്ര തവണ ഇസ്തിഗ്ഫാർ നടത്തേണ്ടി വരും. നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകളൊക്കെ പൂർണ്ണമാണോ? ഒന്നും പൂർണ്ണമല്ല. ഈ പൂർണ്ണമല്ലാത്ത ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ സത്യത്തിൽ അള്ളാഹുവിനെ പരിഹസിക്കലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച അതേ നിസ്കാരം നമ്മൾ നിസ്കരിക്കണത്. പക്ഷെ നമ്മുടെ നിസ്കാരം സത്യത്തിൽ പടച്ച റബ്ബിനെ പരിഹസിക്കലല്ലേ? ആ നിസ്കാരം, ഞാൻ നിസ്കാരം കാരണം പടച്ച റബ്ബിനോട് ചെയ്ത ധിക്കാരത്തിനെ തൊട്ട് പൊറുക്കണേ എന്ന് ദ്വാരക്കേണ്ട ആൾക്കാരാണ്. ആ അവസ്ഥയാണ് നമുക്കുള്ളത്. അള്ളാന്റെ ഫദ്ലല്ലാതെ ഒന്നും നമ്മുടെ കയ്യിലില്ല, ഉണ്ടാവൂല. ഈ ഫദ്ലിനെ യാചിക്കുന്ന മനുഷ്യന് ഭൂമിയിൽ അഹങ്കരിക്കാൻ കഴിയില്ല. നമുക്ക് എന്താണ് റമദാനിൽ ഒരു ജുസ് ഓതുമ്പോഴേക്ക് ഞാൻ തരക്കെടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരു ദിവസം റമദാനിൽ എല്ലാ ദിവസവും ഞാൻ തറാവീഹിൽ പങ്കെടുത്തു കഴിയുമ്പോൾ ഞാനിപ്പോൾ തരക്കെടില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏത് നോമ്പാണ് നമ്മൾ നോൽക്കുന്നത്? ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് നോമ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾക്ക് തഖ്വയുണ്ടാകണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടി. എന്ത് സൂക്ഷിക്കാൻ? എന്തിനെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ തഫ്സീറിൽ മഹാന്മാർ പറഞ്ഞത് എന്തിനേയും സൂക്ഷിക്കാൻ നോമ്പ് ഭാഗമാണെന്ന്. എന്തിനേയും സൂക്ഷിക്കാൻ, തിന്മകളിൽ നിന്ന് സൂക്ഷിക്കാൻ നോമ്പ് മതി. ഹറാമുകളിൽ നിന്ന്, ശുഭത്തുകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് സൂക്ഷ്മത നേടാൻ നോമ്പ് മതി. എല്ലാത്തിനും നോമ്പ് മതി. ആ നോമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോറ്റത്. ആ നോമ്പാണ് മറ്റുള്ള മുൻഗാമികളായ ആളുകളൊക്കെ നോറ്റത്. നമ്മുടെ നോമ്പ് എന്താണ്? നമ്മുടെ നോമ്പ് പട്ടിണി കിടക്കുന്നതിനപ്പുറത്തേക്ക് മറ്റെന്താണ്? നോമ്പ് കൊണ്ടൊരിക്കലും അഹങ്കരിക്കാനും വകുപ്പില്ല. അവിടെയും നടത്തേണ്ട ദുആ, പടച്ചോനെ അവർ നോമ്പ് നോറ്റതുപോലെ എനിക്ക് നോൽക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നെ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന പറച്ചിലാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അമലുകളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന പ്രതീക്ഷയല്ല വേണ്ടത്. അള്ളാഹുവിൻ്റെ ഖബൂലിയത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മതി അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിധേയപ്പെടുക, അള്ളാഹുവിൻ്റെ അടിമയാവുക. പ്രവർത്തനം കൊണ്ടല്ല, ഖൽബ് കൊണ്ട് അടിമയാവുക.
ഖൽബ് കൊണ്ട് അള്ളാഹുവിന്റെ അടിമയായ ആളുകൾക്ക് ഭൂമിയിൽ അഹങ്കാരത്തിന്റെ വർത്തമാനം പറയാൻ കഴിയില്ല, മറ്റൊരാളെ ശാസിക്കാൻ കഴിയില്ല, അവനോട് ദേഷ്യപ്പെടാൻ കഴിയില്ല. എങ്ങനെ ദേഷ്യപ്പെടും? ഒന്നും എന്റേതല്ലല്ലോ. എന്റെ സ്ഥലത്ത് അതിക്രമിച്ച് അനധികൃതമായിട്ട് എന്തെങ്കിലും ചെയ്ത ഒരാളോട് എനിക്ക് കോപിക്കാൻ കഴിയില്ല. ഈ ഭൂമി എന്റേതല്ല. എന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഇടപാടിൽ വിഷമം ബാധിച്ച ആളുകളോട് അവരോട് എനിക്ക് കലഹിക്കാൻ കഴിയില്ല. സമ്പത്ത് എന്റേതല്ല, അള്ളാഹു എനിക്ക് നൽകിയ അമാനത്താണ്, ദാനമാണ്. എന്റെ കയ്യിലുള്ള സമ്പത്തിൽ തന്നെ എത്ര ശതമാനം ഫക്കീറന്മാർക്കും സക്കാത്തിന്റെ അവകാശികൾക്കും അർഹതപ്പെട്ടതാണെന്ന് എനിക്കറിയില്ല. ആർക്കറിയാം? സക്കാത്തിനെ പറ്റി, സക്കാത്ത് അതുപോലെ നമ്മുടെ സക്കാത്തിനെ പറ്റിയിട്ട് പറഞ്ഞത് എന്താണ്? നമുക്ക് കൊടുക്കാൻ നിർബന്ധമുള്ള സക്കാത്ത്, എനിക്കൊരു 1000 രൂപ സക്കാത്തായിട്ട് ഞാൻ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ അത് ഏതുപോലെ എന്നറിയോ? അന്യന്റെ പണം ഞാൻ മോഷ്ടിച്ച് കയ്യിൽ വെച്ചതിന് തുല്യമാണ് 1000. എൻ്റെ കയ്യിൽ കച്ചവടത്തിന്റെ സക്കാത്ത്, എല്ലാവരും കച്ചവടം ചെയ്യുന്നവരാണ്. കച്ചവടത്തിന് ലാഭം ഉണ്ടെങ്കിലല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം. കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കാൻ എനിക്ക് ബാധ്യതയുണ്ടെങ്കിൽ 10,000 റുപ്യന്റെ മുതൽ ഞാൻ സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അതുമായിട്ട് ഞാൻ കച്ചവടം ചെയ്താൽ മോഷണ മുതലുമായിട്ട് കച്ചവടം നടത്തുന്ന പോലെയാണ്. കാരണം ആ ഡേറ്റ് വിരലോടുകൂടി എൻ്റെ ഈ പണത്തിൽ എനിക്ക് ഇനി ഉത്തരവാദിത്തമില്ല. അത് ഫക്കീറന്മാർക്ക്, അർഹതപ്പെട്ട ആളുകൾക്കാണ് ഉത്തരവാദിത്തം. ഇസ്ലാമിക രാജ്യങ്ങളാണെങ്കിൽ അവിടെയുള്ള ഭരണാധികാരിക്ക്, ഇമാമിന് എൻ്റെ കച്ചവട സ്ഥാപനത്തിൽ വന്നിട്ട് നിർബന്ധമായി ഇമാമിന് ആ വിഹിതം എത്രയാണെങ്കിൽ എൻ്റെ അനുവാദം പോലും ഇല്ലാതെ കൊണ്ടുപോയി കൊടുക്കാൻ കഴിയും ഇമാമിന്, ഇസ്ലാമിക ഭരണമുള്ള പ്രദേശത്ത്. എന്തുകൊണ്ടാണ്? അത് എൻ്റെ മുതലല്ല, അത് ഇന്നു മുതൽ നാളെ അയാൾക്ക് അവകാശപ്പെട്ടതാണ്. അതാണ് ഖുർആൻ പറയുന്നത്, ഖുദ് മിൻ അംവാലിഹിം സദഖ, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. എന്തിനാണ്? തുതഹിറുഹും വ തുസക്കീഹിം ബിഹാ, തുതഹിറുഹും അതിനെ അവരെ ശുദ്ധീകരിക്കാനാണ്, വ തുസക്കീഹിം ബിഹാ. എങ്ങനെ ശുദ്ധീകരിക്കൽ? 2 തരം തത്വഹീറാണ്. നിർബന്ധമായി സക്കാത്തിന്റെ ദാനം കൊടുത്താൽ സമ്പന്നനെ ശുദ്ധീകരിക്കുന്നുണ്ട്, ദരിദ്രനെയും വിശുദ്ധ ഇസ്ലാം ശുദ്ധീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് സമ്പന്നനെ ശുദ്ധീകരിക്കുക? സമ്പന്നന് സക്കാത്ത് കൊടുത്താൽ ആ കൊടുക്കുന്ന ശീലത്തിലൂടെ അവന്റെ ഉള്ളിൽ നിന്ന് പിശുക്ക് എന്ന ഒരു ദുശീലം ഇല്ലാതെയായി പോകും. കാരണം സമ്പന്നന് ധാരണ ഉണ്ടാവും, ഓർമ്മ ഉണ്ടാവും, ഇന്നു മുതൽ 25,000 എന്റേതല്ല. ഞാൻ മരിച്ചാൽ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരിച്ചവന്റെ സമ്പത്തിൽ നിന്ന് ആദ്യം പരിശോധിക്കേണ്ടത് ഫക്കീറന്മാർക്കും സക്കാത്തിന്റെ അവകാശികൾക്കും അള്ളാഹുവിനും അവകാശപ്പെട്ട എന്തെങ്കിലും വിഹിതം ഇവന് കടമായിട്ടുണ്ടോ എന്നാണ്. ആദ്യം അതാണ് എടുത്തു കൊടുക്കേണ്ടത്. എന്നിട്ടേ ഇവന്റെ മറ്റു കടങ്ങൾ പോലും കൊടുക്കാൻ പാടൂ എന്നാണ്. സക്കാത്ത് എന്നത് അള്ളാഹുവിനോടുള്ള കടമാണ്, അള്ളാഹുവിനോടുള്ള കടമാണ്. അപ്പോ സമ്പന്നരായ ആളുകൾക്ക് സക്കാത്ത് അവരെ ശുദ്ധീകരിക്കും. എങ്ങനെയാണ് സക്കാത്ത് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ? അവരിൽ നിന്ന് പിശുക്ക് എന്ന ദുശീലം ഒഴിവാക്കി കളയും. മാത്രമല്ല, സക്കാത്ത് കൊടുക്കൽ ശീലമുള്ള ആളുകൾക്ക് കൂടുതൽ കൂടുതൽ സമ്പത്ത് കിട്ടുന്നത്, കൂടുതൽ ദാനം ചെയ്യാനുള്ളൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കും. കാരണം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ കൊടുക്കേണ്ടി വരുമെന്ന ധാരണ ഉള്ളിലുണ്ട്. അത് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് നല്ല ശീലം ഉണ്ടാക്കും, അവനെ ശുദ്ധീകരിക്കും. സമ്പന്നനെ ശുദ്ധീകരിക്കും. എങ്ങനെയാണത്? ദരിദ്രനെ ശുദ്ധീകരിക്കും. എങ്ങനെ? സക്കാത്തിന്റെ അവകാശികളിൽ നിന്ന് കൃത്യമായി വിഹിതം ലഭിക്കുന്ന നാടുകളിൽ, പ്രദേശങ്ങളിലുള്ള ദരിദ്രന്മാർക്ക് സമ്പന്നരോട് അസൂയയുണ്ടാകില്ല, സമ്പന്നരോട് അകലമുണ്ടാകില്ല, സമ്പന്നരോട് വെറുപ്പുണ്ടാകില്ല. എന്തുകൊണ്ട്? ഇവർക്ക് അള്ളാഹു നിശ്ചയിച്ച വിഹിതം ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവർക്കൊരിക്കലും വെറുപ്പുണ്ടാവുകയുമില്ല. ഇതാണ് തുതഹിറുഹും. സക്കാത്ത് നിങ്ങളെയും നിങ്ങളുടെ സമ്പത്തിനെയും ശുദ്ധീകരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതേ ശ്രേണിയിലാണ് പരിശുദ്ധ ഖുർആൻ നോമ്പിനെ കുറിച്ച് പറഞ്ഞത്. നോമ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. തഖ്വയുണ്ടാകണം. തഖ്വയുണ്ടാവുക എന്നത് സൂക്ഷ്മതയാണ്. ഒരു അടിമക്ക് അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട ക്വാളിറ്റിയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് നോമ്പിന് മാത്രം തഖ്വയുണ്ടാവുക എന്ന് പറഞ്ഞത്? നോമ്പിനേക്കാൾ ഇത്രമേൽ സ്വകാര്യമായ ഒരു അമല് മറ്റൊന്നില്ല. നമ്മൾ നോമ്പെടുക്കും, ഒരാൾ നോമ്പെടുക്കുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ നബിതങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹു പറയുന്നുണ്ട്, അസ്സൗമു ലീ വഅനാ അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് കൂലി കൊടുക്കുക. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരാൾ നോമ്പുകാരനാണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നോമ്പ് നോറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ
അതിനർത്ഥം വേറെ ഒരാൾക്കും അത് തീരുമാനിക്കാൻ കഴിയില്ല, അല്ലാഹുവല്ലാതെ. നോമ്പാണ് തഖ്വ. തഖ്വയുടെ ഏറ്റവും മികച്ച മാർഗം നോമ്പാണ്. എന്തുകൊണ്ട്? എൻ്റെ മുമ്പിൽ ഭക്ഷണമുണ്ട്, ആരുമില്ലാതെ ഞാൻ തനിച്ചാണ് റൂമില്, ഞാൻ തനിച്ചാണ് വീട്ടിലുള്ളത്, പക്ഷെ ഞാൻ വെള്ളം കുടിക്കുന്നില്ല. ഒരു തുള്ളി വെള്ളം പോലും ഞാൻ എൻ്റെ നാവിലേക്ക് കൊണ്ടുവരുന്നില്ല. അറിയാതെ എൻ്റെ തരിമൂക്കിൽ നിന്ന് എന്തെങ്കിലും കഫം പോലും വന്നാൽ ഞാനത് പുറത്തേക്ക് തുപ്പുകയാണ്. ആരെ പേടിച്ചിട്ടാണ്? നാട്ടുകാരെ പേടിച്ചിട്ടാണോ? അല്ലാഹനെ മാത്രം പേടിച്ചിട്ടാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളോട്, നോമ്പുകാരായ മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന് വലിയ കൃപയാണ്. ഞാനും നിങ്ങളും നോമ്പെടുക്കുമ്പോൾ അല്ലാഹനെ മാത്രം പേടിച്ചുകൊണ്ടുള്ള ഒരു റിയാ കടന്നുകൂടാത്ത ഒരു അമലാണ് നോമ്പ്. നിസ്കരിക്കുന്നത് മറ്റുള്ളവരെ കാണും. തറാവീഹാകട്ടെ, ഇഅ്തികാഫാവട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, മറ്റുള്ളവരറിയും. അതുകൊണ്ട് തന്നെ അറിയാതെ നമ്മുടെ ഉള്ളിൽ അവർ കാണുന്നതിൽ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് മോശമാണ്, അത് കുറ്റമാണ്, റിയ ആണ്. പക്ഷെ നോമ്പിന്റെ കാര്യം അങ്ങനെയല്ല. നോമ്പിൽ ഒരു തുള്ളി വെള്ളം നമ്മൾ കുടിക്കാതിരിക്കുന്നത് അള്ളാഹുവിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അല്ലേ? അള്ളാഹിനെ പേടിച്ചിട്ടാണെന്ന് നമ്മൾ പറയുന്നില്ല, അള്ളാഹിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിനോട് മഹബത്ത് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നോമ്പെടുക്കുന്നത്, ഒരു തുള്ളി വെള്ളം കുടിക്കാത്തത്. ആ മഹബത്തിന് അള്ളാഹ് നൽകുന്ന പകരം സമ്മാനം എന്താണ്? ആ സമ്മാനമാണ് റയ്യാൻ എന്ന കവാടത്തിലൂടെയുള്ള സ്വർഗം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നോമ്പ് നമ്മളെ കൂടുതൽ സംശുദ്ധീകരിക്കും. നോമ്പ് നമുക്കൊരു പരിശീലനമാണ്. എന്തിന്? നമ്മൾ വിചാരിച്ചാൽ നമ്മളെ നന്നാക്കാൻ കഴിയുമെന്നതിൻ്റെ പരിശീലനമാണ്, അല്ലേ? ആരും അറിയാത്ത സമയത്ത് പോലും ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കുന്നില്ല എങ്കിൽ അത് എനിക്ക് എൻ്റെ ശരീരം എന്നെ ബോധ്യപ്പെടുത്തുകയാണ്, നീ തീരുമാനിച്ചാൽ നിനക്ക് നന്നാകാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തലാണ്. വിശുദ്ധ റമദാനിൽ ആ തഖ്വയുടെ സ്വയം നിയന്ത്രണത്തിൻ്റെ വഴിയാണ് തഖ്വയുടെ ഒന്നാമത്തെ വഴി. ആ വഴി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഹറാമിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെട്ടുകൊണ്ടിരിക്കും. സ്വയം ശുദ്ധീകരണ ശേഷി മനുഷ്യനുണ്ടെങ്കിൽ ഹറാമിൽ നിന്ന് അവൻ ഘട്ടം ഘട്ടമായി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ കാലഘട്ടത്തിലും മുഅ്മിനീങ്ങളുടെ തഖ്വയെ ബാധിക്കുന്ന അസുഖങ്ങൾ വ്യത്യസ്തമായിരുന്നു. തഖ്വയെ ബാധിക്കുന്ന അസുഖങ്ങൾ ഓരോ രീതിയിലാണ് ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പഴയ കാലത്തൊക്കെ അധികാരമോഹം അതായിരുന്നു തഖ്വയെ ബാധിച്ചിരുന്ന ഒരു പ്രശ്നം. മറ്റു ചില സമയങ്ങളിൽ സൈനികമായിട്ടുള്ള മുന്നേറ്റങ്ങളിൽ ഉണ്ടായിരുന്ന അഭിനിവേശം, അങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് കേടുവരുന്നതിൻ്റെ ഏറ്റവും വലിയ വഴി എന്താണ്? ഹറാമുകളുടെ ആധിക്യമാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത ഹറാമുകൾ. മുഹറമാത്ത് വർദ്ധിച്ചിരിക്കുകയാണ്, ഹറാമുകൾ കൂടിക്കൂടി വന്നു. ഹറാമിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഫർദുകൾ എല്ലാ കാലത്തും ഏറെക്കുറെ ഒന്നെന്നായിരിക്കും, പക്ഷെ ഹറാമുകൾ നിയന്ത്രിക്കാൻ കഴിയില്ല. ഒരു ഹറാമിലേക്ക് ഒരു മനുഷ്യൻ നമ്മളെ ഒരു ഹറാമിലേക്ക് കൊണ്ടുപോയിട്ടാൽ അത് അടുത്ത ഹറാമിനുള്ള പ്രേരകമാണ്. തിന്മകൾ, ഹറാമുകൾ ആളുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് ശീലമാക്കിയത് കൊണ്ടാണ്, അല്ലേ? ശീലമാക്കാത്ത ഹറാമ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. തീരെ മദ്യപിക്കാത്ത ആളുകൾക്ക് ആദ്യമായി മദ്യപിക്കുന്ന സമയത്ത് ഭയങ്കര അസ്വസ്ഥതയുണ്ടാകും. ആദ്യമായി മദ്യപിച്ചാൽ പിന്നെ അയാൾക്ക് ഭയങ്കര ഖേദമുണ്ടാകും. പക്ഷെ രണ്ടാമത് മദ്യപിക്കുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ അതൊരു ഏർപ്പാടായി കഴിഞ്ഞാൽ പിന്നെ തീരെ ഉണ്ടാവില്ല. പിന്നെ മദ്യപിക്കാതെ ഇരുന്നാലാ കയ്യെ വറക്കുക. അപ്പൊ ഹറാമുകളിലായിക്കൊണ്ട് ഒരു കൊല്ലം നമ്മൾ ജീവിച്ചവരാണ്. നിരന്തരം ഹറാമുകൾ. ആ ഹറാമിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ. നമുക്ക് ഓരോരുത്തരും ഹറാമിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുന്ന ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഈ നിരന്തരമായൊരു അഡിക്ഷൻ നിർത്തുക. അഡിക്ഷൻ നിർത്താൻ റമദാൻ നല്ല സഹായമാണ്. കാരണം എന്താ? റമദാനിൽ ആത്മാർത്ഥമായി നോമ്പെടുക്കുന്ന ആളുകൾക്ക് ബോധപൂർവം തെറ്റുകളിലേക്ക് പോകാൻ കഴിയില്ല. അതെല്ലാവരും ആലോചിച്ച് നോക്കുക, അവരാൻ അനുഭവമാണ്. ഇന്നലെ ചെയ്തിരുന്ന തെറ്റ് ഇന്ന് നോമ്പല്ലേ, ഞാൻ ഇല്ല എന്ന് പറയും. ചീട്ട് കളിച്ചിരുന്ന ആള്, ചൂതാട്ടം ചെയ്തിരുന്ന ആള്, അല്ലേ, ഇന്ന് റമദാനാണ്, ഞാൻ ഇല്ല. നല്ല ചീത്ത പറഞ്ഞിരുന്ന ആൾ പറയും, പിന്നെ റമദാനാണ് ഇതിനെ കൊണ്ട് വല്ലാതെ പറയിപ്പിക്കണ്ട എന്ന് പറയും. വാട്സപ്പിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വാട്സപ്പിൽ പറയും ഈ റമദാൻ മാസമായിട്ട് അതൊന്നും വേണ്ട, ഗ്രൂപ്പ് അഡ്മിൻ ഉള്ളിയാക്കുകയാണെന്ന് പറയില്ലേ? അപ്പൊ ഈ കണക്ഷൻ മുറിക്കുകയാണ്. സ്ഥിരമായുള്ള നമ്മുടെ പതിവ് ശീലങ്ങളെ മുറിക്കുകയാണ്. പതിവ് ശീലങ്ങൾ 30 ദിവസം മുറിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു,
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ശീലമായി നടക്കണമെങ്കിൽ 21 ദിവസം തുടർച്ചയായി ചെയ്താൽ മതി. അത് സൈക്കോളജി അങ്ങനെ തന്നെ പറയണത്. നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ പല ഈ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി പോയാൽ 21 ദിവസം ചെയ്യുക എന്ന് പറയും. അതെന്താ? 21 ദിവസം ബോധപൂർവ്വം നമ്മളൊരു കാര്യം ചെയ്താൽ അത് നമ്മുടെ ശീലമായി മാറും. ഇത് റമദാൻ 30 ദിവസം നമ്മൾ മുമ്പത്തെ ബന്ധങ്ങളെയൊക്കെ മുറിച്ചു. ഇനി പുതിയ ശീലങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. റമദാനിൽ ജമാഅത്ത് മുടക്കാത്ത ആളുകൾക്ക് റമദാൻ കഴിഞ്ഞാൽ ജമാഅത്ത് മുടക്കുന്നത് വേദനയുണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് നന്നായ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. പെട്ടെന്ന് അവർ നന്നായിട്ടുണ്ടാവും, പള്ളിയിലേക്കൊന്നും പോവാതെ പെട്ടെന്ന് നന്നായിട്ട്. ഈ പെട്ടെന്ന് നന്നായ ആളുകൾ അധികവും ഒരു റമദാന് കാരണം നന്നായതായിരിക്കും. പരിശോധിച്ചു. റമദാൻ കഴിയുമ്പോൾ, റമദാനിൽ 30 ദിവസം ശീലമാക്കിയ ഒരു കാര്യം റമദാൻ കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കത് നിർത്താൻ കഴിയില്ല. അത് തുടരാൻ നമുക്ക് മനസ്സിൽ വീണ്ടും താല്പര്യം ഉണ്ടാവും. എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്തിരുന്ന ആളുകൾ അല്ലേ, പലരും റമദാന്റെ മുമ്പ് ഒരുപാട് കാലം ഖുർആൻ ഓതിയിട്ടേ ഉണ്ടാവില്ല. റമദാനിൽ 30 ദിവസം നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ റമദാൻ കഴിഞ്ഞാലും അത് പെട്ടെന്ന് നിർത്താൻ കഴിയില്ല. തുടർന്ന് ഇങ്ങനെ പോകാൻ സാധ്യമാകും വിചാരിക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് തഖ്വയുണ്ടാകാൻ കാരണം റമദാനാണ്. കാരണം എന്തുകൊണ്ട്? ഹറാമുകളുമായുള്ള കണക്ഷൻ വേർപ്പെടുത്തിയപ്പെട്ട അവസ്ഥയാണ് റമദാൻ. ആ റമദാനിൽ പുതിയ ശീലങ്ങൾ തുടങ്ങിയാൽ എല്ലാ ശീലങ്ങളും കൂടി മനുഷ്യന് പെട്ടെന്ന് തുടങ്ങാൻ കഴിയില്ല. ഒരു ശീലം അത് നമ്മൾ കണക്കൂട്ടണം. എൻ്റെ ജീവിതത്തിൽ നിർബന്ധമായി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏറ്റവും വീഴ്ച വരുത്തിയത് എന്തിനാണ്? ചിലപ്പോൾ ഖുർആൻ ഓത്തിനായിരിക്കും, നിസ്കാരത്തിലായിരിക്കും, ജമാഅത്തിലായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ വീഴ്ച വരുത്തിയ ഏറ്റവും വലിയ അപരാധം എന്താണെന്ന് ആലോചിക്കുക. ഒന്ന് പരിഹരിക്കാൻ ഈ റമദാനിൽ ശ്രമിച്ചു. ഒറ്റൊന്ന്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ ഖുർആൻ പാരായണം തീരെ ശ്രദ്ധിക്കാത്ത ആളുകളാണെങ്കിൽ ഈ റമദാനോടുകൂടി അത് ശീലമാക്കണമെന്ന് കരുതിയാൽ മതി. ഒരു നന്മ നമുക്ക് ശീലമായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ്, ഇദാ അമില അമലൻ വാളബ അലൈഹി, ഒരു കാര്യം ചെയ്താൽ അത് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നാണ്. ഒറ്റ കാര്യം നമുക്ക് ഈ മാസത്തിൽ പതിവാക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നിഅമത്തായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു കാര്യം, നമുക്ക് ഇന്നത്തെ കാലത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂലി കിട്ടുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഏറ്റവും കൂലി കിട്ടുന്നൊരു കാര്യമാണ് ഞാനും അള്ളാഹുവും മാത്രം അറിയുന്ന ഒരു അമലുണ്ടാവുക. നമുക്കോരോരുത്തർക്കും ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന ഒരു അമൽ, അതുണ്ടായിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എത്ര വലിയ സൽക്കർമ്മമാണെങ്കിലും ആ സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം പോകാൻ കാരണമാകുന്ന അനേകം വഴികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിൽ നിന്ന് ഒരു അമൽ ഞാനും അള്ളാഹു മാത്രം അറിയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ തൗഫീഖായിരിക്കും. മഹാനായ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചെറുശ്ശേരി ഉസ്താദ് നബ്ബർ അല്ലാഹു മർഖദ മഹാനവറുകൾ എല്ലാ തിങ്കളും വേഴവും നോമ്പാണ്. പക്ഷേ അദ്ദേഹത്തിന് ജോലി ചെയ്ത മഹല്ലുകാർക്ക് അറിയില്ല മൂപ്പർക്ക് നോമ്പായിരുന്നു അറിയില്ല. ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പറയും, ഭക്ഷണം കൊണ്ടുവരും, ഉച്ചക്ക് കഴിക്കൂല, ആ ഭക്ഷണം വൈകുന്നേരത്ത് കഴിക്കും. നോമ്പർക്ക് ഭക്ഷണം. 15 കൊല്ലം ജോലി ചെയ്ത മഹല്ലിലെ ഖാദിമിന് പോലും അറിയില്ലായിരുന്നു, ഭക്ഷണം കൊണ്ടുവരുന്ന ആൾക്ക് പോലും അറിയില്ലായിരുന്നു ഉസ്താദിന് നോമ്പായിരുന്നു. എത്ര അമൽ നമുക്കങ്ങനെയുണ്ട്. ഒരു അമൽ ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന അമലുണ്ടെങ്കിൽ ഹല്ലക സിർറുൻ ഇൻദല്ലാഹ് ബൈനക അൻത വബൈനല്ലാഹ്, ഞാനും അല്ലാഹു മാത്രം അറിയുന്ന, നാളെ മഹ്ശറിൽ വെച്ച് മാത്രം തുറക്കപ്പെടുന്ന ഒരു അമൽ. എൻ്റെ ഭാര്യ അറിയില്ല, മക്കളറിയില്ല, പിതാവ് അറിയില്ല, ആരും അറിയാത്തൊരു അമലുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ നിഅമത്ത് എന്താ? പലരുണ്ട്, ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എനിക്കറിയുന്ന ഒരു ഉസ്താദ് അത്ര വലിയ സമ്പന്നനൊന്നുമല്ല, പക്ഷെ ആ ഉസ്താദ് സ്ഥിരമായി വർഷങ്ങളോളം ഒരു യത്തീം കുട്ടികൾക്ക് വേണ്ട ഭക്ഷണം, ഒരു വസ്ത്രം, പലചരക്ക് സാധനങ്ങൾ ഒരു കടയിൽ ഏൽപ്പിച്ചിരുന്നു. എല്ലാ മാസവും കടയിൽ സാധനം വാങ്ങി വീട്ടുകാർക്കറിയില്ല ഇത് ആരാ തരുന്നതെന്ന് അറിയില്ല. അങ്ങനെ എത്ര ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു സ്വതക്ക കൊണ്ടോ ഒരു അമല് കൊണ്ടോ എല്ലാ രാത്രി, ആഴ്ചയിൽ ഒരു ദിവസം രാത്രി ഞാനും അള്ളാഹു മാത്രം അറിയുന്നൊരു മുനാജാത്ത് റമദാനിൽ നമുക്ക് തുടങ്ങാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 2 കാര്യങ്ങൾ ഈ റമദാൻ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ റമദാനിന് ശേഷമുള്ള ജീവിതം കഴിഞ്ഞ ജീവിതത്തേക്കാൾ മനോഹരമായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൽ കൂടുതൽ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ ശർറുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനെ. പോരായ്മകൾ നീ പരിഹരിക്കണം അല്ലാഹ്. വിശുദ്ധ റമളാനിൽ നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും മാത്രം പ്രതീക്ഷിച്ച് ഒത്തുകൂടിയവരാണ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ ഇബാദത്തുകളിലെ പോരായ്മകൾ നീ പരിഹരിക്കണം അല്ലാഹ്. കുറവുകൾ നീ പുറത്തു നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. റമളാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. വിശുദ്ധ റമളാൻ കഴിഞ്ഞു പോകുമ്പോൾ റമളാൻ കൊണ്ട് പരാജിതരാകുന്ന അടിമകളിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. ലൈലത്തുൽ ഖദർ കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. വിശുദ്ധ റമളാനിൽ ധാരാളം അമലുകൾ വർദ്ധിപ്പിക്കാനും റിയാ ഇല്ലാതെ, ലോകമാന്യമില്ലാതെ, കിബറില്ലാതെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ ഈ മഹല്ലിലെ വിവിധ സംരംഭങ്ങളെ സഹായിക്കുന്ന അനേകം സഹോദരങ്ങളുണ്ട്. വിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വലിയ ഭാരിച്ച സദഖകൾ ഒരുപാട് ആളുകൾ നൽകിയത്. അല്ലാഹുവേ, അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി നൽകണമല്ലോ. പടച്ചറബി അതിനു വേണ്ടി സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട് സഹായിച്ചവരുണ്ട്. ചെറുത് നൽകിയവർ, വലുത് നൽകിയവർ. അല്ലാഹുവേ, ചെറുത് നൽകിയവർ ഒരു പക്ഷേ നിന്റെ അടുക്കൽ അതായിരിക്കും വലിയ സ്വീകാര്യതയുണ്ടാവുക. അല്ലാഹുവേ, എല്ലാവരുടെ സ്വതക്കകളും നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാവരുടെ സ്വതക്കകളും നല്ല ഇഖ്ലാസുള്ള സ്വതക്കകളാക്കി നീ കബൂലാക്കണമല്ലോ. ആ സ്വതക്കകളുടെ ഫലമായി അവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. അന്ത്യനാൾ വരെ ഈ മഹത്തായ ഭവനത്തിൽ നിർവഹിക്കപ്പെടുന്ന എല്ലാ ഇബാദത്തുകളും അല്ലാഹുവേ, അതിൻ്റെ പ്രതിഫലങ്ങൾ അവർക്ക് നീ ജാരിയായ സ്വതക്കയായി നൽകണമല്ലോ. അവരുടെയും അവരുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് അതിൻ്റെ സവാബ് എത്തിക്കണയല്ലോ. അതിൻ്റെ സവാബ് അവർക്ക് അനുഗ്രഹമായി വർഷിപ്പിക്കണയല്ലോ. പടച്ച റബ്ബേ, നാളെ മഹ്ശറിൽ അർശിൻ്റെ തണൽ നൽകുന്നവരിൽ പെടുത്തണയല്ലോ. അല്ലാഹുവേ, അർശിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ പള്ളി കൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഈ സ്വതഖകൾ ആ പള്ളിയുമായി ബന്ധപ്പെടാൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. എല്ലാ നിലക്ക് സഹായിച്ചവരെയും നീ ഏറ്റെടുക്കണം റഹ്മാനെ. അവരുടെ സമ്പത്തിൽ ബറക്കത്തും അഭിവൃദ്ധിയും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇനിയും ഒരുപാട് ആളുകൾ അതിന് ഹദിയകൾ നൽകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി ഒരുക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം ഈമാനും തഖ്വയുമുള്ള പ്രദേശങ്ങളാക്കി മാറ്റണം റഹ്മാനെ. ഞങ്ങളുടെ വീടുകളെ ത്വാഅത്തിന്റെ ഇടങ്ങളാക്കണേ അല്ലാഹ്. ഹറാമിന്റെ ഭവനങ്ങളാക്കല്ല അല്ലാഹ്. നിന്റെ റഹ്മത്ത് വരാൻ തടസ്സമാകുന്ന വീടുകളാക്കല്ല അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾ ബന്ധപ്പെട്ട ആളുകൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. തഖ്വ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ലാഹിറിലും ബാത്തിനിലും തഖ്വയുള്ളവരാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഈ മജ്ലിസിൽ ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട്. അല്ലാഹുവേ, ഈ കൂട്ടത്തിലുള്ള സ്വാലിഹീങ്ങൾ നിനക്കറിയാമല്ലോ അല്ലാഹ്. അവരുടെ ദുആന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മഖ്ബറയിൽ അനേകം നല്ല മനുഷ്യർ കിടന്ന് വിശ്രമിക്കുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആനെ സ്വീകരിക്കണേ അല്ലാഹ്. വിശുദ്ധ റമളാൻ കൊണ്ട് ഇത്ഖ് ലഭിക്കുന്ന, മഗ്ഫിറത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്കൊരു ഈനാസാക്കണേ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഉണ്ടാക്കല്ലോ അല്ലാഹ്. അല്പസമയമെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാനുള്ള ബോധം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കൈകളിൽ, മൊബൈൽ ഫോണുകളിൽ ഖുർആൻ ഉണ്ട് റബ്ബേ. ഏതെങ്കിലും ഒരു സമയത്ത് അല്പമെങ്കിലും ഖുർആൻ ഓതാനുള്ള ശീലം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ അങ്ങനെ ശീലമുണ്ടാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിശുദ്ധ റമളാനിലെ ജമാഅത്ത് നിസ്കാരങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. തറാവീഹ് നഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു ഇടപാടും ഒരു തിരക്കും ഞങ്ങൾക്ക് ഉണ്ടാക്കല്ലോ അല്ലാഹ്. അല്ലാഹുവേ, വിശുദ്ധ റമളാനിൽ ഞങ്ങളുടെ കുടുംബത്തിലോ പരിസരത്തിലോ പട്ടിണി കിടക്കുന്ന ഒരു കുടുംബത്തും ഉണ്ടാവല്ല റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധ റമളാനിൽ ഭക്ഷണമില്ലാതെ സാമ്പത്തിക പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബവും ഞങ്ങളുടെ നാടുകളിൽ ഉണ്ടാവല്ല അല്ലാഹ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ധനികരായ ആളുകൾക്ക് അവരെ സഹായിക്കാനുള്ള
വഴികൾ നീ കാണിച്ചു കൊടുക്കണമല്ലോ. അല്ലാഹുവേ, ഫഖർ ദാരിദ്ര്യം കുഫറിലേക്ക് എത്തിക്കുമെന്ന് ഹദീസിലുണ്ടല്ലോ റബ്ബേ. ദാരിദ്ര്യം കാരണത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നീ പരീക്ഷിക്കല്ലോ അല്ലാഹുവേ. ഒരുപാട് ആളുകൾ വലിയ രോഗങ്ങൾ ബാധിച്ചവരുണ്ട്. പടച്ച റബ്ബേ, ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മാരകമായ അസുഖമുണ്ടെങ്കിൽ റബ്ബേ ആജിലായ ശിഫാ നൽകി അനുഗ്രഹിക്കണമല്ലോ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ആരിലും മാരകമായ അസുഖങ്ങൾ തന്നെ നീ പരീക്ഷിക്കല്ലോ അല്ലാഹുവേ. ഞങ്ങളുടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലോ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. എവിടെ വെച്ച് എപ്പം മരിക്കുകയാണെങ്കിലും കലിമ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം അല്ലോ. ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് മരിപ്പിക്കണേ അല്ലോ. ഇബാദത്തുകൾ ഒന്നും കടബാധ്യതയാക്കി ഞങ്ങളെ മരിപ്പിക്കല്ലോ അല്ലോ. ഇബാദത്തുകൾക്ക് തടസ്സം നൽകുന്ന അസുഖങ്ങൾ ഞങ്ങൾക്ക് വരുത്തല്ലോ അല്ലോ. വിശുദ്ധമായ ഹറമൈനിൽ സന്ദർശിക്കാനും ഹജ്ജും ഉംറയും നിർവഹിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലോ. ഞങ്ങളുടെ പരമ്പരകൾ അവിടെ എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ മഹല്ലിന്റെ ഐക്യവും സന്തോഷവും നീ നിലനിർത്തണം റഹ്മാനെ. എല്ലാ സംരംഭങ്ങളെയും സഹായിക്കുന്ന നാട്ടുകാര്, പ്രവാസികൾ, ചെറുപ്പക്കാര്, കാരണവന്മാർ, ഒരുപാട് ആശ്രിതരുണ്ട് റബ്ബേ. അവരെയെല്ലാം നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഈ സന്തോഷം ഞങ്ങൾക്ക് എക്കാലവും നിലനിർത്തണമല്ലോ. ഞങ്ങളുടെ ചെറിയ മുസ്താദ് അടക്കമുള്ളവർ രോഗികളാണ്. അല്ലാഹുവേ, ആജിലായ ശിഫ നൽകണമല്ലോ. പതിറ്റാണ്ടുകൾ ഈ മഹല്ലിലെ ദീനി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ്. ഈ സ്വർഗത്തിൽ മണിമാളിക പണിത് കൊടുക്കണയല്ലോ. തലമുറകളുടെ ഗുരുവര്യനാണ്. അല്ലാഹുവേ, ഇൽമുകൾ അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറാക്കി നീ നൽകണം റഹ്മാനെ. അവരെ നീ ഏറ്റെടുക്കണേ അല്ലോ. അവരെ ഞങ്ങളെ നീ ജന്നാത്തുൻ നഈമിൽ ഒത്തുകൂട്ടണം റഹ്മാനെ. ഫിർദൗസുൽ അലയിൽ ഹബീബിനോട് കൂടെ ഒരുമിപ്പിക്കണം അല്ലോ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.